2024 പുതുവർഷത്തിലെ ആദ്യ ആഴ്ച ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലാണ് സംഭവിച്ചത്. രാമക്ഷേത്രവും പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നിടത്തേക്കാണ് അന്ന് മാലദ്വീപും ലക്ഷദ്വീപും അതിവേഗം കടന്നു വന്നത്. പിന്നീട് ദിവസങ്ങളോളം ജനശ്രദ്ധ കവർന്ന വിഷയങ്ങളായി ഇവ മാറി. രാഷ്ട്രീയത്തിന് അതീതമായി ദേശീയതയ്ക്ക് ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടെന്ന് ഇതിനു മുൻപും ഇന്ത്യയിൽ തെളിഞ്ഞിട്ടുണ്ട്. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടി, ബാലക്കോട്ട് ആക്രമണം അത്തരത്തിലൊന്നായിരുന്നു. ആഭ്യന്തരമായ അനേകം വിഷയങ്ങൾ തുടർഭരണമെന്ന മോദി സ്വപ്നത്തിന് മുകളിൽ കരിനിഴൽ പടർത്തിയ സമയമാണ് ബാലക്കോട്ട് ആക്രമണം സംഭവിച്ചത്. ദേശീയത എന്ന വികാരം ഉണർത്തിയാണ് അന്ന് BJP വോട്ട് തേടിയെന്ന ആരോപണം പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഇക്കുറി തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടന്നിരിക്കെ അത്തരമൊരു വിഷയമായി കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് മാലദ്വീപിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു. അതിലെ ഫലം തിരിച്ചടിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഭരണകക്ഷിക്കൊട്ടും അനുകൂലമായ വിധത്തിലായിരുന്നില്ല ആ ഫലം. മാലദ്വീപ് എങ്ങനെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത്? അതിനെ എങ്ങനെയാവും BJP പ്രതിരോധിക്കുക? മാലദ്വീപിൽ രണ്ടാമതും ചൈനീസ് മോഹങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ജയം നേടുമ്പോൾ അത് ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കുക എപ്രകാരമായിരിക്കും? അയൽ രാജ്യങ്ങളിൽ എന്നും ഇന്ത്യയുടെ തണൽ ആഗ്രഹിച്ച രാജ്യമായിരുന്നു മാലദ്വീപ്. കടലിൽ ചിതറിക്കിടക്കുന്ന കുഞ്ഞൻ ദ്വീപുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഈ ദ്വീപ് രാഷ്ട്രത്തിന് കുടിവെള്ളം മുതൽ അവശ്യഘട്ടങ്ങളിൽ ചികിത്സാ സഹായം വരെ എത്തിച്ചിരുന്നത് ഇന്ത്യയായിരുന്നു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാലദ്വീപിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പരിഗണിച്ചായിരുന്നു ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായി എത്തിയത്. ടൂറിസത്തിലൂടെ നേടുന്ന വിദേശ നാണ്യമാണ് മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗം. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണം വേണ്ടി വന്നതോടെയാണ് ഈ ദ്വീപ് രാഷ്ട്രം ചൈനയുമായി അടുത്തത്. മുൻ ഭരണാധികാരി അബ്ദുല്ല യമീൻ്റെ കാലത്താണ് ചൈനയുടെ കടക്കണിയിലേക്ക് മാലദ്വീപ് തലവെക്കുന്നത്. ഇന്ന് $130 കോടി മുകളിലാണ് മാലദ്വീപ് വീട്ടാനുള്ള ചൈനീസ് കടമെന്നാണ് IMF റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏകദേശം 10,800 കോടി രൂപ. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ എത്രമാത്രം മാലദ്വീപ് ചൈനയുമായി അടുത്തു എന്നതിന് ഈ കണക്ക് തന്നെ ധാരാളം. 2023 മാലദ്വീപിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ രാജ്യാന്തര നയതന്ത്രജ്ഞർ വിലയിരുത്തിയത് ഇന്ത്യ ചൈന ബലപരീക്ഷണമായിട്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മൊയ്സുവും അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതികളുമായിരുന്നു. ദ്വീപ് തലസ്ഥാനമായ മാലയിൽ മുൻപ് മേയറായിരുന്നപ്പോൾ മുതൽ ചൈനീസ് പ്രേമം തലയ്ക്ക് പിടിച്ച നേതാവായിരുന്നു മൊയ്സു. ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയും ഈ വാചകങ്ങൾ എഴുതിയ ഷർട്ടുകൾ ധരിച്ചുമായിരുന്നു മൊയ്സുവിൻ്റെ അനുയായികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ചത്. അധികാരം ലഭിച്ചാൽ മാലദ്വീപിൽ തുടരുന്ന ഇന്ത്യൻ സൈനികരെ പുറത്താക്കുമെന്ന വാഗ്ദാനമാണ് മൊയ്സു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർത്തിയത്. ഒപ്പം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇന്ത്യൻ കൈകടത്തൽ അവസാനിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. ദേശീയത എന്ന വികാരം ഇന്ത്യക്കെതിരെയുള്ള ആയുധമാക്കി ഉയർത്തിക്കാട്ടിയാണ് മൊയ്സു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പറയാം. ഇതിനൊപ്പം ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യവും മൊയ്സുവിൻ്റെ വിജയത്തിന് കാരണമായി. അയൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത ഇന്ത്യ മാലദ്വീപിലെ പ്രചാരണ വിഷയങ്ങളടക്കം അറിഞ്ഞിട്ടും മൗനം പാലിക്കുകയായിരുന്നു. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കടുത്ത ബഹിഷ്കരണ തീരുമാനമെടുത്തത് മാലദ്വീപിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. 2024 മാർച്ചിലെ കണക്ക് പരിശോധിച്ചാൽ മാത്രം 2023 മാർച്ചിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ മാലദ്വീപ് സന്ദർശനത്തിൽ 54% ഇടിവാണുണ്ടായത്. മാലദ്വീപിൻ്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസത്തെയാണ് മോദി ലക്ഷ്യമിട്ടതെന്ന വികാരമായിരുന്നു മന്ത്രിമാരുടെ രോഷപ്രകടനത്തിന് പിന്നിൽ. ഇന്ത്യയിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാരടക്കം മാലദ്വീപ് ടൂർ പാക്കേജുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിലേക്കാണ് അത് നയിച്ചത്. മന്ത്രിമാരുടെ പ്രസ്താവന യുദ്ധം വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇന്ത്യ വിരുദ്ധതയുടെ കൊടുമുടി കയറിയ മാലദ്വീപ് ഭരണകൂടത്തിന് പക്ഷേ ഇന്ത്യൻ ജനതയുടെ രോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല.